ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 57 പ്രലംബാസുരവധം ശ്ലോകം 3. താവത്താവക നിധനസ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേതേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. താവത് താവക നിധനസ്പൃഹയാലുർ ഗോപ മൂർത്തിർ അദയാലു ദൈത്യ പ്രലംബനാമാ പ്രലംബബാഹും ഭവന്തം ആപേതേ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. താവത് അപ്പോൾ, താവക നിധന സ്പൃഹയാലു അങ്ങയുടെ വധത്തിനാഗ്രഹമുള്ളവനും, അദയാലു ദയയില്ലാത്തവനും, ഗോപമൂർത്തി ഗോപന്റെ രൂപമെടുത്തവനുമായ, പ്രലംബനാമ പ്രലംബൻ എന്നു പേരായ ദൈത്യ അസുരൻ, പ്രലംബബാഹും കാൽമുട്ട് വരെ എത്തുന്ന കൈകളോടു കൂടിയ, ഭവന്തം അങ്ങയെ, ആപേതേ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. താവത് താവക ചേർത്ത് ചൊല്ലുമ്പോൾ താവത്താവക നിധന താന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഈ 2 ലൈനും ചേർത്തിട്ട് ചൊല്ലണം. ചെറിയ വരട്ടിട്ടുണ്ട്. സ്പൃഹയാലുർ ഗോപ ഗന്ന് ഡബിളായിട്ട് ചൊല്ലണം ചേർത്ത് ചൊല്ലുമ്പോൾ. മൂർത്തിരദയാലു അവിടെ വിസർഗം, ദൈത്യ അവിടെയും വിസർഗം, പ്രലംബനാമ പ്രലംബ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ അതേപോലെ പ്രലംബബാഹും ബ എന്നുള്ളതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭവന്തം ആപേതേ ചേർത്തിട്ട് ഭവന്തമാപേതേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. താവത്താവക നിധന സ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേതേ. അടുത്തത് 4ാമത്തെ ശ്ലോകം. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ജാനൻ അപ്യ വിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധാ. നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വം അങ്ങ്, ജാനന്നപി അറിയുന്നവനെങ്കിലും, അവിജാനൻ ഇവ അറിയാത്തവനെ പോലെ, തേന സമം അവനോടൊത്ത്, നിബദ്ധ സൗഹാർദ്ദത്തോടു കൂടിയവനായി, വടനികടേ പേരാലിനടുക്കൽ, പടുപശുപവ്യാബദ്ധം സമർത്ഥന്മാരായ ഗോപന്മാർ ഒന്നിച്ചു നടത്തുന്ന, ദ്വന്ദ്വയുദ്ധം ആരബ്ധ ആരംഭിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ജാനൻ അപി അവിജാനൻ അത് ചേർത്തിട്ടാണ് ജാനന്നപ്യവിജാനന്നിവ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജാനൻ അപി അവിജാനൻ ഇവ അത് ചേർന്നിട്ടാണ് ജാനന്നപ്യവിജാനന്നിവ. ന എന്നുള്ളത് ഒന്ന് മെല്ലെ ഊന്നി പറയണം. തേന സമം നിബദ്ധ സൗഹാർദ്ദ നിബദ്ധ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. സൗഹാർദ്ദ അവിടെ വിസർഗം ദ എന്ന് മെല്ലെ ഊന്നി പറയണം. 2 ദ എന്നുണ്ട്. വടനികടേ പടുപശുപവ്യാബദ്ധം വ്യാബദ്ധം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ധം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ദ്വന്ദ്വയുദ്ധമാരബ്ധാ ദ്വ എന്നൊക്കെ അവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. യുദ്ധം ധ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ആരബ്ധാ
അവിടെ നീട്ടിയിട്ട് വിസർഗം പറയണം. ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ധാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആരബ്ധ ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.